നമസ്കാരം. സത്യത്തിൽ ഒരു കൊലപാതക വാർത്ത കേട്ടിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടർമാരടക്കം ചിരിച്ചു പോകുന്നത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, നെയ്യാറ്റിങ്കര ഗോപൻ്റെ ആറാട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അതൊരുപാട് പ്രശസ്തിയിലേക്ക് പോയി. നെയ്യാറ്റിങ്കര ഗോപൻ്റെ ആറാട്ട് സിനിമ അത്ര സാമ്പത്തികമായ വിജയം നേടിയില്ലെങ്കിൽ തന്നെയും ആ ആറാട്ട് എന്നുള്ള പേരിൽ പലരും ഇന്ന് അറിയപ്പെടാനും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമി ഉദയം ചെയ്യുന്നത്. ഒന്നുമില്ല, സംഭവത്തിലേ ഉള്ളൂ. അദ്ദേഹം ഒരു അമ്പലം ഉണ്ടാക്കുന്നു. കൈലാസനാഥൻ്റെ ഒരു അമ്പലം, മാറനെല്ലൂർ അദ്ദേഹത്തിൻ്റെ ആ വീടിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഒരു അമ്പലം ഉണ്ടാക്കുന്നു. ആ അമ്പലത്തിൽ അദ്ദേഹം പൂജാരിയാകുന്നു. അതിനു മുൻപ് അദ്ദേഹം ശരിക്കും ഒരു സന്യാസിയൊന്നും അല്ലായിരുന്നു, ചുമട്ടുതൊഴിലാളിയായിരുന്നു ഈ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി. അങ്ങനെ ആ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി വളരെ കാലമൊന്നും ആയില്ല സ്വാമി ആയിട്ട്. ഇനി എവിടെയാണ് ഈ കൊലപാതകം കേൾക്കുമ്പോൾ ചിരി വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ സ്വാമിയായി മാറുന്നു. അദ്ദേഹം അവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ ഒരു ക്ഷേത്രം ട്രസ്റ്റ് എന്നുള്ള നിലയിലെത്തുന്നു. ഒടുവിൽ നാട്ടുകാരുമായി തെറ്റുന്നു. അവനുള്ള മകൻ രാജസേനൻ എന്ന് പറയുന്നൊരു മകനുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹമാണ് ഇപ്പോൾ അവിടുത്തെ പൂജാതി കർമ്മങ്ങൾക്ക് നിൽക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു പോസ്റ്റർ കാണുന്നു നാട്ടിൽ. ആ പോസ്റ്ററിൽ ആ പറയുന്ന ഗോപൻ സ്വാമി സമാധിയായി, സമാധി ഡേറ്റ് ആയിട്ട് 9/1/2025 എന്നും കൊടുത്തിരിക്കുന്നു. സമാധിയായ സന്യാസി, അല്ലെങ്കിൽ സന്യാസിമാരാണ് സാധാരണഗതിയിൽ ഈ സമാധി ആവുക. അങ്ങനെ സന്യാസി വര്യന്മാർക്ക് പിന്നെ അതിന് ചില നിഷ്ഠകളൊക്കെ ഉണ്ട്. ഈ സമാധിയാകുന്നതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ആ സമാധി സ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിനെ തുടങ്ങിയും ചില സ്വാമിമാർക്ക് അതിനനുസരിച്ചിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഈ സന്യാസി രാവിലെ BP മരുന്ന് കഴിക്കുന്നു, കഞ്ഞി കുടിക്കുന്നു, ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നു, ഇൻസുലിൻ എടുക്കുന്നു. അതിനുശേഷം വീട്ടിൽ പറയുന്നു, ഞാൻ സമാധിയാവാൻ പോവുകയാണ്. എവിടെയോ കടയിൽ സാധനം വാങ്ങാൻ പോകുന്ന പോലെ അദ്ദേഹം പറയുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഞാൻ സമാധിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. തൊട്ടടുത്ത് ഈ ക്ഷേത്രത്തിനോട് ചേർന്നൊരു ചെറിയ തറ ഉണ്ടാക്കിയിട്ട്, അത് കൃഷ്ണശില കൊണ്ട് ഉണ്ടാക്കിയിട്ട് പത്മദളം എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ശിലയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടെ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് സമാധിയാകുന്നത്. അങ്ങനെ ഗോപൻ സ്വാമി അവിടേക്ക് പോകുന്നു. അപ്പോൾ മകൻ, ഈ രാജസേനൻ എന്ന് പറയുന്ന മകൻ, അത് അവിടെ ചെല്ലുന്നു. എന്നിട്ട് 2 കൈകൾ ഉയർത്തി ആശീർവദിച്ചു മകനെ ഞാൻ സമാധിയാവുകയാണ്. എന്നിട്ട് അദ്ദേഹം ഈ സന്യാസി ശ്രേഷ്ഠൻ്റെതായ എല്ലാ ചേഷ്ടകളും കാണിച്ചുകൊണ്ട് പ്രാണായാമത്തിലൂടെ തൻ്റെ ശ്വാസത്തെ അല്ലെങ്കിൽ തൻ്റെ ജീവനെ പുറത്തേക്ക് വിടുന്നു. വല്ലാത്തൊരു അവസ്ഥയാണ്. തൻ്റെ ജീവനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് ദേഹത്തെ ഉപേക്ഷിച്ച് ദേഹി യാത്രയായി എന്നുള്ള തരത്തിലാണ്. എല്ലാം ശിവമയം എന്നാണ് പറയുന്നത്. നമുക്കറിയാം പല ശ്രേഷ്ഠന്മാരും, സന്യാസി ശ്രേഷ്ഠന്മാരും ഇങ്ങനെ സമാധിയായതിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ട് നമുക്ക്. ചിലതൊക്കെ അനാചാരങ്ങളായി മാറുകയും ചില ശ്രേഷ്ഠന്മാർ അതിനെ അനാചാരങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അത്തരം അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും അവരെ നമ്മൾ പുരോഗമനക്കാരായി മാറ്റുകയും ചെയ്തു. പുരോഗമന കാലത്തെ സന്യാസി വര്യന്മാരായി, ശ്രേഷ്ഠന്മാരായി നമ്മൾ അവരെ കാണുകയും ഗുരുക്കന്മാരായി കാണുകയും ചെയ്തു നമ്മൾ. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് രാവിലെ BP മരുന്നും കഴിച്ച് ഇൻസുലിനും എടുത്ത് കഞ്ഞിയും കുടിച്ചിട്ട് ഒരു സ്വാമി സമാധിയാകാൻ പോകുന്നു. രാവിലെ 10 മണിക്ക് എന്തോ അവിടെ പോയിരിക്കുന്നു. വെളുപ്പാങ്കാലം 3 മണി വരെ അവിടെ പൂജാതി കർമ്മങ്ങൾ നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ രസം, നാട്ടിലുള്ള ഒരുത്തൻ പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഈ സന്യാസി, അല്ലെങ്കിൽ സന്യാസി എന്ന് പറയാൻ പറ്റില്ല, ഈ ഗോപൻ സ്വാമി സമാധിയായത്. നാട്ടുകാർ ചിലർ ഈ പറയുന്ന അവിടെ ക്ഷേത്രത്തിലെ ട്രസ്റ്റികളായിരുന്നു എന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഈ ട്രസ്റ്റികൾ ഈ പണത്തിൻ്റെ കാര്യമൊക്കെ, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ തകിടം മറിഞ്ഞു. അവരും നാട്ടുകാരുമായിട്ടുള്ള ഉടക്കിലായി. ഇളയ മകനാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. മൂത്ത മകൻ പിന്നെ ഒരു ഷോറൂമിൽ, ഒരു വാഹനത്തിൻ്റെ ഷോറൂമിൽ ഉദ്യോഗസ്ഥനാണ് മൂത്ത മകൻ. അപ്പം ഇളയ മകനാണ് അവിടുത്തെ സന്യാസിയായി, അടുത്ത പോറ്റിയായി മാറിയിരിക്കുന്നത്. ഇനി അടുത്ത സന്യാസി വരികയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പ്രബുദ്ധരായ മലയാളികൾ എന്ന് നമ്മൾ പലപ്പോഴും സ്വയം അഹങ്കരിച്ച് പറയാണ്. നമ്മൾ പ്രബുദ്ധരാണ്, മറ്റേത് നാടിനേക്കാളിലും നമുക്ക് സംസ്കാര സമ്പന്നരാണ്, നമുക്ക് വലിയ സംസ്കാരമുള്ളവരാണ്. അതുപോലെ നമ്മൾ അമിതമായ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വിശ്വാസമാകാം, പക്ഷേ ആ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാർജിനിലാണ് ആ അന്ധവിശ്വാസം നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. വളരെ ചെറുതായിട്ടാണ്. നമ്മളെ നാട്ടിലറിയാം, ഇലന്തൂരിൽ
ഒരു സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് കൊല ചെയ്ത് നമ്മൾ അറിഞ്ഞു. അതിന് നരബലി എന്ന് പറയും. ഇടുക്കിയിൽ കുട്ടികളെ കൊന്നിട്ട് അവരുടെ വീടിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ പെൺകുട്ടികളെ കൊന്നുകളയുന്ന ഒരു സമീപനം, അത് നരബലിയായിട്ട് കണക്കാക്കാം. അങ്ങനെ സംസ്ഥാനത്ത് ഏകദേശം 80കളിലും 90കളിലുമെല്ലാം ഈ രീതിയിൽ പലയിടങ്ങളിലായി നരബലികൾ നടന്നിരുന്നു. വീടിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്. പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഈ ബണ്ടുകൾ, പാലങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അവിടെ ബുദ്ധിമുട്ടുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജ്യോത്സ്യം വന്ന് കബഡി നിരത്തുന്നു, അത് ഇന്ന ആളിനെ ബലി കൊടുത്ത് അയാളെ അതിനകത്ത് വെച്ച് കെട്ടി ബണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ആ ബണ്ട് പൊളിയില്ല. പണ്ട് കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടുകേഴ്വിയുള്ള ചില കഥകളാണോ എന്നറിയില്ല, യാഥാർത്ഥ്യമാണോ എന്നും കൃത്യമായി അറിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെയായില്ല. അപ്പോൾ ഈ പറയുന്ന ഗോപൻ സ്വാമി സ്വന്തം മകനായ രാജസേന എല്ലാ അനുഗ്രഹ വർഷങ്ങളും ചൊരിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രാണായാമം ചെയ്ത് തൻ്റെ പ്രാണനെ മുകളിലേക്ക് അയച്ചു, ദേഹിയെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇരുന്ന ആളിൻ്റെ ഈ ഹൃദയസ്ഥാനം വരെ എന്തൊക്കെയോ പുഷ്പങ്ങൾ, പൂജാദ്രവ്യങ്ങൾ, കർപ്പൂരം ഇതെല്ലാം ഇട്ട് നിമഞ്ജനം ചെയ്തു. അതിനുശേഷം മറ്റെങ്ങും ചെയ്യാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റ് കൊണ്ടങ്ങ് അടച്ചു. ജനങ്ങൾ ചോദിക്കുന്നതിലൊരു കാര്യമുണ്ട്, ഇപ്പോൾ പോലീസ് മിസ്സിംഗ് കേസ് എടുത്തിട്ടാണ് അതിൻ്റെ അന്വേഷണം നടത്തുന്നത്. അല്ലെ, ഇന്നലെ ചെയ്ത ഒരു അബദ്ധം നമ്മൾ ഈ പറയുന്ന വിഡ്ഢികളായുള്ള ആളുകൾക്ക് നാളെ അത് കൊണ്ടു നടക്കാനുള്ള ചില ആചാരങ്ങളായി മാറാം. അത് സ്വാഭാവികമാണ്. പണ്ടൊരു സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു കല്ല് കൊണ്ട് വയ്ക്കുന്നു, ആ കല്ലിൽ വെറുതെ ഒരാൾ പോയി നിന്നിട്ട് 1 രൂപ നാണയം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസം അത് മാറി മറിഞ്ഞ് വരികയാണ്. അതൊരു അബദ്ധമായിരുന്നു. ആ അബദ്ധത്തെ പിന്തുടർന്ന് പോകുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ കല്ലിന് എന്തോ വൈശിഷ്ട്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഇതൊരു ക്ലീൻ ആയിട്ടുള്ള കൊലപാതകം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. വളരെ ക്ലീൻ ആയിട്ട് പുറത്ത് സമാധി എന്ന് ജനങ്ങളോട് പറയും. ഒരുപക്ഷെ നാട്ടുകാർ അറിയുന്നത് ഈ സമാധിയായി എന്ന് പറയുന്ന ബോർഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇന്നലെ വരെ അവിടെ ഉണ്ടായിരുന്ന ഗോപൻ എന്ന് പറയുന്ന ആള്, ചുമട്ടുതൊഴിലാളി ആയിരുന്ന, പിന്നീട് പേര് മാറ്റി ഗോപൻ സ്വാമിയായി മാറിയ ആള് ഇന്ന് ഭൂമിയിലില്ല. അദ്ദേഹത്തെ കൊല ചെയ്തു കഴിഞ്ഞു. വളരെ തന്ത്രപൂർവ്വം അദ്ദേഹത്തെ ഒരു കല്ലറയ്ക്കകത്ത് കൊണ്ടിരുത്തി അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് കോൺക്രീറ്റ് ഇട്ട് നിറച്ച് അതിൻ്റെ മേലിൽ സ്ലാബും പിടിച്ചു വെച്ച് കഴിഞ്ഞു. ഇത് നാളെ ഇനി വരാൻ പോകുന്ന ഒരു കഞ്ചാവ് അടിച്ചുകൊണ്ട് അവിടെ ഒരു സാധാരണക്കാരൻ പറയുന്നൊരു കാര്യമാണ്. നാളെ ഒരു സമയത്ത് വല്ല കഞ്ചാവ് അടിച്ചുകൊണ്ടോ, ഇപ്പം അറിയാമല്ലോ നിരവധി സിന്തറ്റിക്കിനോ ആയിട്ടുള്ള ഈ മയക്കുമരുന്നുകൾ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്, സുലഭമാണ്. ഇതൊക്കെ അടിച്ചിട്ട് വന്ന് വീട്ടുകാരെ പിടിച്ച് ഒരു കുഴിക്കകത്ത് കൊണ്ടിരുത്തിയിട്ട് അച്ഛൻ സമാധിയാവുന്നു എന്നും പറഞ്ഞിട്ട് കുറേ എന്തെങ്കിലും കല്ലും ചപ്പും മണ്ണും ഒക്കെ വാരിയിട്ട് വെച്ച് മൂടിയിട്ട് പോയാൽ എന്ത് ചെയ്യും? അതും കൊലപാതകം. ഇത് കൊലപാതകമല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായും ഇനി എന്താണോ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ആ കേസ് നടത്തേണ്ട ആ സ്റ്റേറ്റാണ്, സംസ്ഥാനമാണ്. ആ ഒരു മനുഷ്യനെ ഒരു പൗരനെ എന്ത് സംഭവിച്ചോ അതിനെക്കുറിച്ച് വ്യക്തമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ അങ്ങനെയാണ്. ഈ പറയുന്ന മകനാണെങ്കിലോ അച്ഛനാണെങ്കിലോ ഒന്നും കൊലപാതകം അല്ലാതെ ആകുന്നില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷമാണോ ഇങ്ങനെ ഒരു കർമ്മം അവിടെ നടത്തിയത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടത്. അങ്ങനെ അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമല്ല ഈ രീതിയിലുള്ള കർമ്മങ്ങൾ നടത്തിയതെങ്കിൽ അത് കൊലപാതക കേസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിശ്വാസത്തിനും അപ്പുറം നമ്മുടെ ബന്ധങ്ങളെയും നമ്മളെയും നിലനിർത്തുന്ന ചില നിയമപരമായ ചില തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില നിയമങ്ങളുണ്ട്. അത്തരം നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരും ബോധവതികളുമാകണം. നരബലി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ കൊണ്ടുവന്ന് കൊല്ലുകയും ആ മാംസം കറി വെച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരുപക്ഷെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ നന്മയുണ്ടാകും, കടക്കണിയിൽ നിന്ന് മോചിതരാകും എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കാം. പക്ഷേ ആ ചെയ്തത് തെറ്റാണ്, ഒരു കൊലപാതകമാണ്. ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, ഒരാളുടെയും ജീവൻ എടുക്കാനുള്ള അവകാശം ആർക്കും നൽകിയിട്ടുമില്ല നിയമം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇനി സമാധി എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആവർത്തിക്കപ്പെടും. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വികലമായ ഭ്രാന്തമായ ചില ആചാരങ്ങൾക്ക് വീണ്ടും നമ്മുടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം വേദിയായി മാറിക്കൊണ്ടേയിരിക്കും. അതിനനുവദിച്ചുകൂടാ. വിശ്വാസം എന്നുള്ളത് ഒരു പരിധിവരെ നിയമത്തിൻ്റെ അപ്പുറത്തേക്ക് നിർത്തേണ്ട ചില കാര്യങ്ങളാണ് വിശ്വാസങ്ങൾ. അത് അന്ധവിശ്വാസങ്ങളെ നമ്മുടെ നിയമത്തിനുള്ളിലേക്ക് കടന്നു കയറാൻ വിശ്വാസങ്ങളെ അനുവദിക്കാൻ പാടില്ല. നമ്മുടെ ഭരണഘടനയ്ക്കുള്ളിലേക്ക് മതങ്ങളെയും വിശ്വാസങ്ങളെയും അടിച്ചേൽപ്പിക്കാനും പാടില്ല. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ആ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിന് മേലേക്ക് പറക്കാനുള്ള ആരോഗ്യമൊന്നും ഒരു അന്ധവിശ്വാസത്തിനുമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.
ഒരുപക്ഷെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നേക്കാം. അതെല്ലാം ഈ പറയുന്ന അതിൻ്റെ ഇടയ്ക്ക് ചിലർ പറയുന്നുണ്ട് മുസ്ലിം ഭീകരവാദികളാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന്. എന്ത് മുസ്ലിം ഭീകരവാദികൾ? അവിടെ സ്വന്തം അച്ഛനെ കൊന്നു കുഴിച്ചു മൂടിയതാണോ അല്ല കുഴിച്ചു മൂടിക്കൊന്നതാണോ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. ഒരു പൗരനെ എന്നുള്ളതാണ്. ഈ രാജസേനൻ്റെയോ അല്ലെങ്കിൽ അവിടെ അവരുടെ അമ്മയുടെ ചോദിക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ്. ആ അമ്മ പറയുന്നത് മരിച്ചു എന്ന് പറയല്ലേ, മരിച്ചിട്ടില്ല, സമാധിയായതാണ്. അങ്ങനെ വരുത്തി തീർക്കുകയാണ്. അദ്ദേഹത്തിന് എന്തോ വൈശിഷ്ട്യമുള്ള ഒരു സ്വാമിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഇതൊക്കെ തടയേണ്ടതാണ്, തടയിട്ടേ പറ്റൂ. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം. അതുകൊണ്ട് ഈ ഗോപൻ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടതിന് ശേഷമാണോ ഇങ്ങനെയൊരു ആചാരക്രിയകൾ നടത്തിയത്, അതല്ല മരിക്കാൻ കാരണം ഈ ആചാരക്രിയകളാണോ എന്നുള്ളതും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് ആ കല്ലറ പൊളിക്കുക തന്നെ വേണം. അതിന് സമാധിസ്ഥാനം എന്നൊന്നും പറയാൻ പറ്റില്ല, അത് കല്ലറ തന്നെയായി. ഒരു മനുഷ്യനെ അവിടെ ഇട്ട് കൊന്നിട്ടോ കൊല്ലാതെയോ അതിനകത്തുള്ളിൽ വെച്ച് അടക്കം ചെയ്ത് എന്തിനേയും കല്ലറ എന്നതിനപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല, സമാധി സ്ഥലം എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പൊളിക്കണം, ആ കല്ലറ പൊളിച്ചു നീക്കണം. പൊളിച്ചു നീക്കി അതിനുള്ളിലുള്ള അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം. പോസ്റ്റ്മോർട്ടം ചെയ്ത് അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പോലീസിനുണ്ടാവണം, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കുണ്ടാവണം. അത് ബാക്കിയുള്ളവർ അറിയുകയും വേണം. കാര്യം നാളെ ഇത്തരം തെറ്റുകൾ പുതിയ തലമുറയിലെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ, അതിനുവേണ്ടി തന്നെ ഇത്തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതാണ്.